നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസികളായി, കുടുംബമായി, പള്ളിയിൽ അംഗങ്ങളായി, ദൈവസേവയിലായിരുന്നിട്ട് പരാജയപ്പെട്ട കുടുംബങ്ങളും പരാജയപ്പെടാതെ വിജയം കൈവരിച്ച കുടുംബങ്ങളെയും കാണുവാൻ കഴിയും. ആയതിനാൽ ഇന്ന് പ്രകാരം നമുക്ക് പ്രസ്തുത കാര്യങ്ങളെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. വേദപുസ്തകത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസപ്രകാരം കടന്നുവന്ന് ദൈവാലയ ആരാധന, ദൈവിക കൂട്ടായ്മയിൽ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ട് പരാജയപ്പെട്ട ഏതാനും കുടുംബങ്ങളെ നമുക്ക് നോക്കാം. വിശ്വാസ വീരന്മാരിൽ പോലും അങ്ങനെയുള്ള കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഞാൻ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. ഒന്നാമത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. ആരെങ്കിലും എടുത്തെങ്കിൽ പെട്ടെന്ന് വായിച്ചാട്ടെ. നിങ്ങൾക്കറിയാം, ജലപ്രളയത്തിൽ രക്ഷപ്പെട്ട 8 പേരടങ്ങുന്ന കുടുംബത്തിന്റെ കുടുംബ നായകനായ നോഹയെ കുറിച്ചാണ് പറയുന്നത്. ജലപ്രളയമെല്ലാം കഴിഞ്ഞു. നോഹ കുടുംബമായി സ്വൈര്യമായി ജീവിക്കുകയാണ്. മുന്തിരി തന്റെ തോട്ടത്തിൽ കൃഷി ചെയ്തു. അതിനകത്തുനിന്ന് വിളവെടുത്ത് മുന്തിരി ചാറ് താൻ വേണ്ടുവോളം കുടിച്ചു തന്റെ സ്വഭാവം നഷ്ടപ്പെട്ടു പോയി. ലഹരിയുടെ ആസക്തി വർദ്ധിച്ചപ്പോൾ തന്റെ ശരീരത്തുണ്ടായിരുന്ന വസ്ത്രം മാറിപ്പോയത് പോലും താൻ അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിൽ ഇതാണ് കാണുന്നത്. ചില ആൾക്കാർ കുടിച്ച് അവരുടെ ദേഹത്തുള്ള വസ്ത്രം പോലും അഴിഞ്ഞു പോകുന്നത് അറിയാതെ ഇരിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ നോഹയ്ക്ക് സംഭവിച്ചത് വലിയ വിപത്താണ്. 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്പെട്ടുവെന്ന് ബൈബിളിൽ ആവർത്തിച്ച് പറയപ്പെട്ടിരിക്കുമ്പോൾ നോഹയുടെ കുടുംബം ക്രിസ്തീയ വിശ്വാസ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി എന്ന് കാണുവാൻ സാധിക്കുന്നു. 2 കാരണങ്ങളിൽ താൻ പരാജിതനാണ്. ഒന്ന്, വീഞ്ഞു കുടിച്ച് അധികമായി അതിൽ ലയിച്ചു. രണ്ടാമത്, തന്റെ വസ്ത്രം മാറി താൻ നഗ്നനായി കിടക്കുകയാണ്. കനാൻ എന്ന് പറയുന്ന തന്റെ കുടുംബത്തിൽപ്പെട്ട തന്റെ മകൻ വന്ന് ഈ നഗ്നത മറച്ചു. ആ സമയം നോഹ അറിഞ്ഞിട്ട് കനാൻ ശപിക്കപ്പെട്ടവൻ എന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കുടുംബമായി ദൈവസന്നിധിയിൽ വന്നിട്ട് കുടുംബ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ വെച്ച് പരാജയപ്പെട്ട മനുഷ്യൻ ഒന്നാമത്തെ മനുഷ്യൻ നോഹയാണ്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാം വാക്യം. നമുക്കറിയാം, വിശ്വാസ വീരനായ പൂർവ്വപിതാവായ അബ്രഹാം മറ്റൊരു സ്ഥലത്ത് ചെന്നു. അവിടെ വെച്ച് അബ്രഹാം തന്റെ ഭാര്യ സാറയെ കുറിച്ച് തന്റെ സഹോദരി എന്ന്, തന്റെ പെങ്ങളെന്ന് പറയാണ്. അബീമേലെക്ക് എന്ന് പറയുന്ന രാജാവിന്റെ രാജ്യത്ത് വെച്ചാണ് അബ്രഹാം ഈ അബദ്ധം പറയുന്നത്. അബീമേലെക്ക് ഈ സാറായെ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. എന്നാൽ അബീമേലെക്ക് തന്റെ ഒരു വിരൽ കൊണ്ടുപോലും ഈ സാറായെ സ്പർശിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അബീമേലെക്കിനോട് പറഞ്ഞു, അബ്രഹാം
അബ്രഹാമിന്റെ ഭാര്യയാണ്, അവന്റെ പെങ്ങളല്ല, അതുകൊണ്ട് നീ അവനെ സ്പർശിക്കരുത്. അങ്ങനെ അബീമേലെക്ക് നീതിമാനായി അബ്രഹാമിന്റെ ഭാര്യയായ സാറായെ വിട്ടയക്കുകയും അതിനുശേഷം അബീമേലെക്ക് പറയാണ്, ഞാൻ പാപം ചെയ്യാതിരിക്കാൻ ദൈവം എന്നെ തടഞ്ഞു, നീ എന്തിനാണ് ഈ ബുദ്ധിശൂന്യമായ വാക്ക് പറഞ്ഞത് എന്ന് താൻ ചോദിക്കുകയാണ്. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നോഹ കുടുംബമായി ദൈവസന്നിധിയിൽ പാളിപ്പോയെങ്കിൽ അബ്രഹാം കുടുംബമായി പാളിപ്പോയതായി നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ ഭാര്യ സാറായുടെ വാക്ക് കേട്ട് അബ്രഹാമിന്റെ വീട്ടിലുള്ള ഹാഗാർ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അടുക്കലേക്ക് അബ്രഹാം പോയി ആവശ്യമില്ലാത്ത അന്യായം ചെയ്തതായി നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നീതിമാനായിരുന്ന നോഹ കുടുംബമായി ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടുവെങ്കിൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം കുടുംബമായി ദൈവസന്നിധിയിൽ പരാജയപ്പെടുകയാണ്. മൂന്നാമത് അബ്രഹാമിന്റെ മകൻ വാഗ്ദത്ത സന്തതി. അബ്രഹാമിന്റെ 100-ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്തതും സാറായുടെ 90-ാമത്തെ വയസ്സിൽ ദൈവം സമ്മാനിച്ചതുമായ വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിന്റെ കാര്യം ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പ്രായം ചെന്ന് എല്ലാം തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള കാഴ്ചപ്പാടിൽ തന്റെ മൂത്ത മകനായ യേശാവുമായുള്ള ബന്ധത്തിൽ, യാക്കോബുമായുള്ള ബന്ധത്തിൽ എന്ത് ചെയ്തെന്നറിയാമോ? മൂത്ത മകനെ എബ്രായ രീതിയിൽ അനുഗ്രഹിക്കണം. എന്നാൽ ഈ അപ്പനായ ഇസ്ഹാക്ക് മൂത്ത മകൻ നിൽക്കെ ഇളയ മകനെ അനുഗ്രഹിച്ച് അന്യായം ചെയ്ത് അനന്തരം യേശാവ് മടങ്ങി വന്നപ്പോൾ തന്റെ അനുഗ്രഹം തന്റെ അനുജനായ യാക്കോബ് കൊണ്ടുപോയി എന്ന് പറഞ്ഞ് യേശാവ് തന്റെ സ്വഭാവത്തെ വഷളത്വത്തിലേക്ക് നയിക്കുന്നതായി കാണുന്നു. നോഹ പാപം ചെയ്തു, കുടുംബമായി തെറ്റിപ്പോയി. അബ്രഹാം പാപം ചെയ്ത് കുടുംബമായി തെറ്റിപ്പോയി. ഇസ്ഹാക്ക് പാപം ചെയ്ത് കുടുംബമായി തെറ്റിപ്പോയി. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 15-ാം വാക്യത്തിൽ യാക്കോബ് ഗോത്രപിതാവായ ഗോത്രധരവനായ യാക്കോബ് പാപം ചെയ്ത് തെറ്റിപ്പോയതായി കാണുന്നു. അപ്പന്റെ അടുക്കൽ അനുഗ്രഹം വാങ്ങുവാൻ അമ്മയുടെ ഉപദേശപ്രകാരം രോമവസ്ത്രം ധരിച്ച് അപ്പന് രുചികരമായ ആഹാരം ഇറച്ചി പാകം ചെയ്ത് തന്റെ അടുക്കൽ കൊണ്ടുചെന്നു. എന്നാൽ അപ്പനായ ഇസ്ഹാക്ക് തന്റെ മകൻ യേശാവാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവന്റെ ശരീരത്തിൽ തപ്പി നോക്കി. എന്നാൽ ഇവന്റെ ശരീരത്തിൽ ഒറിജിനൽ രോമമല്ല, ഒരു വസ്ത്രം ധരിച്ചപ്പോൾ ആ വസ്ത്രത്തിന്റെ രോമമാണ്. അപ്പന് സംശയം തോന്നിട്ട് അപ്പൻ ചോദിക്കുകയാണ്, നീ എന്റെ മൂത്ത മകൻ യേശാവോ? യാക്കോബ് വൃദ്ധനായ വാർദ്ധക്യത്തിൽ കണ്ണു കാണാത്ത തന്റെ അപ്പന്റെ മുന്നിൽ വെച്ച് കള്ളം പറഞ്ഞ് അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയാണ്. പ്രിയ ദൈവമക്കളെ, നോഹ കുടുംബമായി പരാജയപ്പെട്ടു. അബ്രഹാം കുടുംബമായി പരാജയപ്പെട്ടു. യാക്കോബ് കുടുംബമായി പരാജയപ്പെട്ടു. യേശാവ് ഇസ്ഹാക്ക് കുടുംബമായി പരാജയപ്പെട്ടതായി നമ്മൾ വായിക്കുന്നു. അത് മാത്രമാണോ? ഇതിനേക്കാൾ എല്ലാം എത്രയോ വലിയവനായി ദൈവത്താൽ 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തി ഈ ഭൂമിയിൽ ഒരു ദൈവദാസന്മാർക്കും ചെയ്യാൻ കഴിയാത്ത മഹാ അത്ഭുതങ്ങൾ തന്നിലൂടെ പ്രവർത്തിപ്പിച്ച മോശ കുടുംബമായി തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് അറിയാമോ? ഇസ്രായേൽ മക്കളെ കനാൻ നാട്ടിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ദൈവസന്നിധിയിൽ മോശ അത്ഭുതം പ്രവർത്തിച്ച വഴിയുമായി നിന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങൾ
ഈ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം തരുമെന്ന് പറഞ്ഞ് ദൈവജനത്തിന്റെ മുമ്പിൽ ദൈവത്തെ അശുദ്ധീകരിച്ചതിനാൽ തന്റെ ജീവിതത്തിലും താൻ പാപം ചെയ്ത് പാലും തേൻ കൊള്ളുന്ന വാഗ്ദത്ത നാടായ കനാൻ നാട്ടിൽ എത്തിച്ചേരുവാൻ കഴിയാതെ കണ്ടുകൊണ്ട് മരണത്തിന് വിധേയമായി എന്ന് വായിക്കുമ്പോൾ, പ്രിയ കേൾവിക്കാരെ, നോഹ കുടുംബമായി തെറ്റിപ്പോയി, അബ്രഹാം കുടുംബമായി തെറ്റിപ്പോയി, ഇസ്ഹാക്ക് കുടുംബമായി തെറ്റിപ്പോയി, യാക്കോബ് കുടുംബമായി തെറ്റിപ്പോയി, മോശ കുടുംബമായി തെറ്റിപ്പോയി എങ്കിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇവരെല്ലാം കുടുംബമായി ദൈവമുണ്ടാകെ വിശ്വാസ ജീവിതത്തിൽ പരാജിതരും തെറ്റിയവരും വീഴ്ച സംഭവിച്ചവരുമെങ്കിൽ വീഴ്ച സംഭവിക്കാത്തവരും ബൈബിളിലുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 45 വാക്യത്തിൽ താൻ ഈജിപ്തിലാണ്, അവിടുത്തെ രാജാവിന്റെ അരമനയിൽ താൻ ആയിരുന്നു. അവിടുത്തെ ഒരു മനോഹരമായ ജോലി സ്ഥാനങ്ങളെല്ലാം തനിക്ക് കിട്ടി. അവിടുന്ന് താൻ ഒരു വിവാഹവും കഴിച്ചു. ആ മകൾ വ്യക്തി യോസേപ്പാണ്. എന്നാൽ ആ യോസേപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ യോസേപ്പ് തെറ്റിപ്പോകാതെ നല്ല നിലയിൽ ജീവിച്ച് മുന്നോട്ട് പോയി. അവസാനം യാക്കോബ് തന്നെയും യോസേപ്പിന്റെ മക്കളെയും അനുഗ്രഹിക്കുന്നതായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 50 അധ്യായവും 49 അധ്യായവും 48 അധ്യായവും വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അന്യ നാട്ടിലായിരുന്നിട്ട് അവിടെ വെച്ചൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ട് പോലും തന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് കുടുംബമായി തെറ്റിപ്പോകാതെ ജീവിതത്തെ സൂക്ഷിച്ച മകൾ വ്യക്തിയാണ് യോസേപ്പ് എന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. യോശുവയുടെ പുസ്തകം 24 അധ്യായം 15 വാക്യത്തിൽ യോശുവ പറയുന്നത് ഇങ്ങനെയാണ്: ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എത്രയോ നല്ല വാക്കാണ്. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. മോശ തെറ്റി, മോശയ്ക്ക് പരാജയമുണ്ടായി, മോശ വീണുപോയപ്പോൾ മോശയുടെ പിൻഗാമിയായ യോശുവ പറയാണ്: ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു തീരുമാനം വിലയേറിയതായിരിക്കട്ടെ, ഈ ഒരു തീരുമാനം വിലപ്പെട്ടതായിരിക്കട്ടെ, ഈ ഒരു തീരുമാനം അഭിമാനകരമായിരിക്കട്ടെ, ഈ ഒരു തീരുമാനം ഔന്നത്യപ്രദമായിരിക്കട്ടെ. ഈ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വരും തലമുറയെയും വിശ്വാസത്തിൽ നിലനിർത്തുവാൻ ഉപകരിക്കുന്ന തീരുമാനമായിരിക്കട്ടെ. യോസേപ്പ് തന്റെ ഭാര്യ അസ്തനത്വം ഈ വിശ്വാസത്തിൽ നിലനിന്നു. യോശുവ തന്റെ കുടുംബമായി ഈ വിശ്വാസത്തിൽ വീഴാൻ നിന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി 11 അധ്യായം 11 വാക്യം, മാർക്കോസ് 6 അധ്യായം 20 വാക്യത്തിൽ യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സക്കറിയ പുരോഹിതനും അമ്മയായ എലിസബത്തും വിശ്വാസ ജീവിത മുന്നേറ്റത്തിൽ കുടുംബമായി വീഴാതെ സൂക്ഷിച്ച് നിലനിന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പനായ സക്രിയാവും അമ്മയായ എലിസബത്തും വീഴാതെ മാന്യമായി വിശ്വാസത്തിന് ചേരുന്ന ജീവിതം നയിച്ച് മകനെ വളർത്തിയതുകൊണ്ട് നമ്മുടെ കർത്താവ് യേശു ഇങ്ങനെയാണ് യോഹന്നാൻ 5:35 ഈ യോഹന്നാനെ കുറിച്ച് യേശു സാക്ഷ്യം പറഞ്ഞത്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നല്ല കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കൾ വിശ്വാസത്തിൽ വീഴ്ച വരുത്താതെ മക്കളെ വളർത്തിയതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോഹന്നാൻ സ്നാപകൻ. പ്രിയ ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇത് പ്രകാരം ഞാൻ പറയട്ടെ, സക്രിയാവും എലിസബത്തും ഈ ആത്മീയ ജീവിതത്തിൽ കുടുംബമായി വീഴാതെ നിലനിന്നതായി നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ്
ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ യോസേപ്പിനെയും മേരിയെയും കുറിച്ച് കാണുകയാണ്. നമ്മൾ യോസേപ്പിനെയും മേരിയെയും കുറിച്ച് കാണുകയാണ്. എന്താണെന്നറിയാമോ? അവര് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. 8-ാം നാളിൽ തങ്ങളുടെ ആൺമക്കളെ പരിച്ഛേദന ചെയ്യണം. യോസേപ്പ് മേരിയും കൂടെ ഈ യേശുവിനെ യെരൂശലേം ആലയത്തിൽ പള്ളിയിൽ കൊണ്ടുപോയി പരിച്ഛേദന ചെയ്തതായി നമ്മൾ വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, മാതാപിതാക്കൾ നല്ലതുപോലെ മക്കളെ വിശ്വാസത്തിൽ കാത്തു സൂക്ഷിച്ച് നിലനിന്ന് വീഴാതെ സൂക്ഷിക്കപ്പെട്ട അനുഭവമാണ് സക്രിയാവിലും എലിസബത്തിലും യോസേപ്പിലും മേരിയിലും നമ്മൾ കാണുന്നതെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം കൂടെ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 1-2 വാക്യം, 2 തിമോത്തിയോസ് 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ യൂനിസ് ആൻഡ് ലോയിസ് എന്ന് പറയുകയാണ്. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ നിന്റെ അമ്മ, നിന്റെ വലിയമ്മ അവരുടെ വിശ്വാസത്തെ നീയും പിൻപറ്റിയിരിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ആ അമ്മയിലും വലിയമ്മയിലുമുള്ള വിശ്വാസം ആദരിച്ചുകൊണ്ട് തിമോത്തിയോസിനെ ദൈവം വിളിച്ചപ്പോൾ ആ തിമോത്തിയോസ് ദൈവസന്നിധിയിൽ അഭിമാനത്തോടെ തന്റെ വിളിയെ, തന്റെ തിരഞ്ഞെടുപ്പിനെ, തന്റെ ഉദ്യോഗത്തെ, തന്റെ ഉത്തരവാദിത്വത്തെ, തന്റെ ജോലിയെ ചെയ്ത് വിജയകരമായി പോയതായി നമ്മൾ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആത്മീയ വിശ്വാസ സഭാ ജീവിതത്തിൽ പരാജയപ്പെട്ട കുടുംബങ്ങൾ നോഹയെ കണ്ടു, അബ്രഹാമിനെ കണ്ടു, ഇസ്രായേലിനെ കണ്ടു, യാക്കോബിനെ കണ്ടു, മോശയെ കണ്ടുവെങ്കിൽ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പരാജയപ്പെടാതെ വിജയം ധരിച്ച കുടുംബമായ യോസേപ്പിനെയും അസ്തനത്തിനെയും കണ്ടു, ജോഷുവായെ കുടുംബമായി കണ്ടു, സെക്രിയാവിനെയും എലിസബത്തിനെയും കണ്ടു, യോസേപ്പിനെയും മേരിയെയും കണ്ടുവെങ്കിൽ ഇവിടെ നമ്മൾ യൂനിസിനെയും ലോയിസിനെയും കാണുകയാണ്. അങ്ങനെയെങ്കിൽ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റേ, ഈ ഒരു മാതൃക നമ്മൾ മുറുകെ പിടിക്കണം. നമ്മുടെ വിശ്വാസ ആത്മീയ സഭാ ബന്ധം നമ്മുടെ മക്കളിലും കൊച്ചുമക്കളിലും നല്ലതുപോലെ പരിരക്ഷിച്ച് പരിപാലിച്ച് വളർത്തി ഉന്നതമായ അവസ്ഥയിൽ സൂക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ള കാര്യം മറക്കാതെ നാം കുടുംബമായി വിശ്വാസത്തിൽ നിൽക്കണം. വീഴരുത്, വീഴരുത്, വീഴരുത് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ആമേൻ.